ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജൂലൈ 24-ാം തീയതി നടക്കുന്ന ഫാം വർക്കർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ഓൾറെഡി ചോദിച്ചതാണ്. എന്നാലും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പോൾ ഇത് എക്സാമിന് മുമ്പുള്ളൊരു കറണ്ട് അഫേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാമൊക്കെ എഴുതുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ പദ്ധതിയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. സ്പെയിനാണ് 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. അരുൺ കുമാർ മിശ്രയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ആയി തിരഞ്ഞെടുത്തത്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മീനങ്ങാടി. മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാര്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാര്? ശ്രീകുമാരൻ തമ്പി. അപ്പോൾ 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയായ ജീവിതം ഒരു പെൻഡുലം എന്നതിനാണ് 2023 വയലാർ അവാർഡ് കിട്ടിയത്. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈ ഇടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈ ഇടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈ ഇടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ബൗളറാണ് മുഹമ്മദ് സിറാജ്. മുഹമ്മദ് സിറാജാണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ബൗളർ. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. അമിതാഭ് കാന്താണ് 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര? 107. 107 മെഡലുകളാണ് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത്. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്?
2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആണ് ആശാധാര. അപ്പോൾ ആശാധാര എന്താണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ 2-നാണ് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ യോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ യോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. അപ്പോൾ നോർവേക്കാരനാണ് 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ യോൺ ഫോസെ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇന്ത്യയുടെ നിലവിലെ ഗതാഗത മന്ത്രി. ഇന്ത്യയുടെ നിലവിലെ ഗതാഗത മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരിയാണ് ഇന്ത്യയുടെ നിലവിലെ ഗതാഗത മന്ത്രി. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാനാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? കർത്തവ്യ പഥ്. കർത്തവ്യ പഥ് എന്താണ്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യ പഥ്. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ കർഷകൻ ആര്? പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ കർഷകൻ ആര്? സത്യനാരായണ ബലേരി. സത്യനാരായണ ബലേരിക്കാണ് പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയതാര്? വി ഷിനിലാൽ. അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി എഴുതിയത് വി ഷിനിലാൽ ആണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത്? മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ്. റോജിൻ തോമസ് ആണ് മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത്. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അഗ്നി 5. അപ്പോൾ അഗ്നി 5-വുമായിട്ടാണ് മിഷൻ ദിവ്യാസ്ത്ര ബന്ധപ്പെട്ടിരിക്കുന്നത്. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല.
അലോക് ശുക്ലയാണ് 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മൊഹമ്മദി. നർഗീസ് മൊഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. നർഗീസ് മൊഹമ്മദിയുടെ രാജ്യം ഇറാനാണ്. ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ? ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ? ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ. പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം. പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2021. 2021 പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടയാളങ്ങൾ ആരുടെ നോവൽ ആണ്? അടയാളങ്ങൾ ആരുടെ നോവലാണ്? സേതു. സേതുവിൻ്റെ നോവലാണ് അടയാളങ്ങൾ. സേതുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2022. അതുകൂടി ഓർത്ത് വയ്ക്കുക. കേരള വൈദ്യുത മന്ത്രി. കേരള വൈദ്യുത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടിയാണ് കേരള വൈദ്യുതി മന്ത്രി. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഖിൽ മഹാജൻ. നിഖിൽ മഹാജനാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഏത് സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചെന്ന് ചോദിച്ചാൽ ഗോദാവരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ്. അപ്പോൾ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരനാണ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്? വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്. 2023-24 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക്. 2023-24 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 8.2%. 8.2% 2023-24 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയ്ക്കാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലി. ഹിമപ്പുലിയാണ് 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് നടന്ന രാജ്യങ്ങൾ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് നടന്ന രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് നടന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ 6 വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ 6 വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ 6 വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില. അപ്പോൾ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ എവിടെ നടന്നത്? ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. എത്രയാണ്? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ടോട്ടൽ 107 മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത്. എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2023 നടന്നത്? എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2023 നടന്നത്? 19ാമത്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2023 നടന്നത്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 4. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4 ആയിരുന്നു. ആദ്യ സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റ് ലഭിച്ചത് ചൈനയ്ക്ക്, ഇന്ത്യയുടെ സ്ഥാനം 4. 2022 നടക്കാനിരുന്ന ഏഷ്യൻ ഗെയിംസ് കോവിഡ് മൂലം 2023 മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാനിരുന്നത്. അത് കോവിഡ് മൂലം 2023 മാറ്റിവെച്ചു.
ചോദിക്കുന്നത് 2022 ഏഷ്യൻ ഗെയിംസ് എന്നായിരിക്കും. ചിലയിടത്ത് 2023 ഏഷ്യൻ ഗെയിംസ് എന്നാണ്. അപ്പോൾ 2022 2023 കൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് മുംബൈയാണ്. മുംബൈയാണ് 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത്. അപ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കളാണ് സർവീസസ് ആണ് 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ. മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. 126ാം സ്ഥാനമാണ് മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടേത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് 346 രൂപ. 346 രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് തുറവൂർ. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി. മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി. താനൂർ ബോട്ട് അപകടം നടന്നത് എന്ന്. താനൂർ ബോട്ട് അപകടം നടന്നത് എന്ന് 2023 മെയ് 7. 2023 മെയ് 7-നാണ് താനൂർ ബോട്ട് അപകടം നടന്നത്. ഏത് ബോട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത്? അറ്റ്ലാന്റിക് എന്ന ബോട്ടാണ് 2023 മെയ് 7-ന് അപകടത്തിൽപ്പെട്ടത്. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിട്ടയർഡ് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. ഏതാണ്? റിട്ടയർഡ് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ് താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. 2023 നടന്ന 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. 2023 നടന്ന 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഈജിപ്തിൻ്റെ പ്രസിഡന്റായ അബ്ദൽ ഫത്താഹ് എൽ സിസെ ആയിരുന്നു 2023 നടന്ന 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. ആരാണ്? അബ്ദൽ ഫത്താഹ് എൽ സിസെ. 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ശശി തരൂർ. ശശി തരൂരാണ് അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചത്. ട്വിറ്ററിൻ്റെ പുതിയ CEO. ട്വിറ്ററിൻ്റെ പുതിയ CEO ആരാണ്? ലിൻഡ യാക്കറിനോ. ലിൻഡ യാക്കറിനോയാണ് ട്വിറ്ററിൻ്റെ പുതിയ CEO. സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ്? സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ. ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് സ്പെയർ. കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത്. കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി. എറണാകുളത്തെ ചെറായിലാണ് കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത്. കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയമനം. കോട്ടയത്തെ അയമനമാണ് കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ, അമേരിക്ക. അമേരിക്കയുടെ ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്.
തൊഴിൽ മേഖലയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ തൊഴിൽ മേഖലയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ക്ലോഡിയ ഗോൾഡിന് ലഭിച്ചത്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഹംഗറിയുടെ കാറ്റലിൻ കാരിക്കോയ്ക്കും USA-യുടെ ഡോക്ടർ ഡ്രൂ വൈസ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. കോവിഡിനെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരത്തിന് അർഹരാക്കിയത്. അപ്പോൾ 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മാനുമാണ്. കോവിഡിനെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ 2018 അഭിനയത്തിനാണ് 2023 സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി ടൊവിനോ തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെ? 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെ? 4 മലയാളികൾക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. VP അപ്പുക്കുട്ടൻ പൊതുവാൾ സാമൂഹിക പ്രവർത്തനം, ചെറുവയൽ രാമൻ കൃഷി, CI ഐസക് സാഹിത്യം വിദ്യാഭ്യാസം, SRD പ്രസാദ് കായികം. ഇവർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. ആരൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. സാമൂഹിക പ്രവർത്തനത്തിന് VP അപ്പുക്കുട്ടൻ പൊതുവാളിനും, കൃഷിക്ക് ചെറുവയൽ രാമനും, സാഹിത്യം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് CI ഐസക്കിനും, കായികത്തിന് SRD പ്രസാദിനുമാണ് 2023 പത്മശ്രീ ലഭിച്ചത്. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2022-23 വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനം. 2022-23 വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലാണ് 2022-23 ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ളത്. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് 2023 അർഹനായത്. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് 2023 അർഹനായത് രത്തൻ ടാറ്റയ്ക്കാണ് ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ 2023 ലഭിച്ചത്. കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ, കൊല്ലത്തെ കുളത്തൂപ്പുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത്. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2023 മെയ് 28. 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISRO പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISRO പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISRO പദ്ധതി. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ. മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട്. മനുഷ്യന് മുൻപേ പരീക്ഷണ പറക്കലിനായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. വ്യോമമിത്രയാണ് മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട്. അർദ്ധമനുഷ്യ പെൺ റോബോട്ടാണ് വ്യോമമിത്ര. എന്താണ്? അർദ്ധമനുഷ്യ പെൺ റോബോട്ടാണ് വ്യോമമിത്ര. ISRO ചെയർമാൻ S. സോമനാഥാണ് ISRO ചെയർമാൻ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. മെഡിസെപ് പദ്ധതി നിലവിൽ വന്നത്. 2022 ജൂലൈ 1. 2022 ജൂലൈ 1-നാണ് മെഡിസെപ് പദ്ധതി നിലവിൽ വന്നത്. മെഡിസെപ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി. മെഡിസെപ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ്. ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണ് മെഡിസെപ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ-സഞ്ജീവനി. ഇ-സഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവികത്താവളം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവികത്താവളം INS ജഡായു. INS ജഡായു ആണ് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിലവിൽ വന്ന പുതിയ നാവികത്താവളം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനാണ് 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു ആണ് 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. 2024 ജനുവരി 1-നാണ് K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം അരുൺ രാജൻ. അരുൺ രാജൻ സംവിധാനം ചെയ്യുന്ന കതിരവൻ എന്ന ചലച്ചിത്രമാണ് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. സന ഇർഷാദ് മട്ടു ആണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത്. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. കേരളമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാകയേന്തുന്ന ഇന്ത്യൻ കായിക താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാകയേന്തുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? ടേബിൾ ടെന്നീസ് പ്ലെയറായ അജന്ത ശരത് കമൽ. അജന്ത ശരത് കമലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാകയേന്തുന്ന ഇന്ത്യൻ കായിക താരം. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം.
66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻ്റ് ആണ് 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയെയാണ് 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമതി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ദ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി.